4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജനലിലൂടെ നോക്കിയപ്പോൾ ചിറകൊടിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കിളിയെ കണ്ടു. അതിനു ചുറ്റും അതിൻ്റെ കൂട്ടുകാർ അവനെ എടുത്തുയർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഈ കുട്ടി റൂമിൽ നിന്നും പുറത്തിറങ്ങി കിളിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അപ്പോൾ അവൻ്റെ കൂട്ടാളികൾ ഈ കുട്ടിയെ ആക്രമിക്കാനായി വന്നു. ഇവന് പറയണമെന്നുണ്ട്, ഞാൻ വരുന്നത് നിങ്ങളുടെ കൂട്ടാളിയായ ഈ പക്ഷിക്കുഞ്ഞിനെ രക്ഷിക്കാനാണ്. പക്ഷേ അവന് പറഞ്ഞു മനസ്സിലാക്കാൻ പക്ഷികളുടെ ഭാഷ അറിയില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന്റെ രൂപമെടുക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിനപ്പുറത്തേക്ക് ആർക്കും ഇനി താഴുവാനും സാധിക്കുകയില്ല. എത്ര മനോഹരമായ ഒരു ദിവസമാണ് ക്രിസ്മസ്. പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ദിവസം. പലപ്പോഴും നമ്മുടെയൊക്കെ ക്രിസ്തുമസുകളിൽ ക്രിസ്തു മിസ്സാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. താരകം ഉദിച്ചതും വഴികാട്ടിയതും ഒക്കെ അവന് വേണ്ടിയായിരുന്നു. നമ്മളും ഉദിക്കണം, ഒരു നക്ഷത്രമാകണം, അപരനായി, അവനായി. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു മാസാകും, അവനെ പകരുന്ന നീ കൊലമാസു. ഈ ക്രിസ്മസ് കാലത്ത് യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.